അങ്ങനെ അതിനുശേഷം ഇവരുടെ ക്ലാസ്സും ഫൈനൽ മത്സരത്തിന് വേണ്ടി പോകുമ്പം ഗംഗങ്ങാണ് പാൻ സാറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവരുടെ ക്ലാസ് ഫൈനലിന് പോകുമ്പോൾ ഇവളെ മത്സരം കാണാൻ അനുവദിക്കാന്നല്ല പറഞ്ഞേന്ന്. അവളിപ്പോ പോയിക്കോട്ടെ ചോദിക്കുമ്പം സാറാണ് ഇവള് പറയുന്നൊന്നും കേൾക്കാതെ അവിടുത്തെ പ്രൊജക്ടർ കറക്റ്റ് ആണോ മോളെ എന്ന് പറഞ്ഞ് അയാൾ വിഷയം മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ലൂഷ്യൻഹെ സാറിന്റെ പോസ് കണ്ട് അവൻ ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ മത്സരം നടക്കുന്ന യൂഹയുടെ കൂട്ടുകാരൻ ഷൗമോയുടെ ക്ലാസ്സുമായിട്ടാണ്. അതുകൊണ്ട് അവന്മാര് മത്സരത്തിന് മുമ്പ് പരസ്പരം തോറ്റാ മൂക്കളം ചീറ്റി നടക്കല്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കളിയായിക്കൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ പാൻ സാറും ഇവിടുത്തെ ബെസ്റ്റ് ആയിട്ടുള്ള സ്കൂള് ഞങ്ങളുടെ സ്കൂളാന്ന് പറഞ്ഞ് ആ ജപ്പാൻകാരോടൊക്കെ പറയുമ്പം ഇതേക്കുന്ന ലൂഷ്യൻഹെ ആണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ എങ്ങനെ ഒരു സാറായെന്ന് എനിക്ക് പോലും അറിയത്തില്ല, കാരണം എനിക്ക് പഠിക്കാനൊന്നും കഴിവില്ലായിരുന്നു, ഭാഗ്യത്തിന് എനിക്ക് ഈ ജോലി കിട്ടി എന്തിന് സാറ് പറയാത്തൊക്കെ ഇവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഇത് കേട്ട് സാറാണ് അയാൾ പറഞ്ഞു തന്നെയാണോ ഇവൻ തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിക്കും. അതിനുശേഷം സാർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ലൂഷ്യൻഹെ അതൊന്നും പറയാതെ സാറിന് കഴിവൊന്നുമില്ലായിരുന്നു, പക്ഷെ എന്തോ ചെയ്യാനാ, പൈസയുടെ അത്യാവശ്യം കാരണം സാർ ഈ ജോലി കെഞ്ചി വാങ്ങിച്ചെന്നാ പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസിക്കാനൊക്കുന്നില്ല അയാളൊരു സാറായെന്ന്. എന്നിന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഗംഗങ് ജനാലോലി മത്സരം കാണുന്നുണ്ട്. സാറാണ് നിന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് ഇവിടെ എന്തുവാടി ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ വഴക്കുറയും. അപ്പരാണ് അവളും സാർ വാക്ക് കൊടുത്തോലെ എന്നെ എന്തുകൊണ്ടാ പറഞ്ഞയക്കാത്തേന്ന് ഇവളും കുറെ ന്യായമൊക്കെ ചോദിക്കുമ്പം സാറാണ് ഇവള് പോയി അവിടെ എന്തോ പന്ത് ഇട്ട് കളിക്കാൻ പോകണം ചോദിക്കും. അങ്ങനെ ഇവരുണ്ട് സംസാരിക്കുന്ന അവിടുത്തെ ഒരു സ്റ്റുഡന്റും കണ്ടിട്ട് ലൂഷ്യൻഹയോട് അവർ തമ്മിൽ എന്തോ തർക്കം ചോദിക്കും. അപ്പരാണ് ഇവനും ആ പെങ്കൊച്ചിന് പുറത്ത് ബാസ്കറ്റ്ബോൾ മാച്ച് കാണണമെന്ന് പറയുമ്പം ഇത് കേട്ട് ഇവളാണ് ഈ സമയത്ത് ബാസ്കറ്റ്ബോൾ മാച്ച് നടക്കണമെന്ന് പറഞ്ഞ് ഇവർക്ക് എല്ലാവർക്കും കൂടെ കാണാൻ ആഗ്രഹം. അതുകൊണ്ട് അവരൊക്കെ കാണാൻ തീരുമാനിച്ചിരിക്കുമ്പം ലൂഷ്യൻഹെ ആണ് പാൻ സാറിനോട് അവർക്ക് മത്സരം കാണാൻ പോകണമെന്ന് പറയും. ഇത് കേട്ട് സാറും ദേഷ്യത്തി ഇവർക്ക് എന്തിനാടാ മത്സരം കാണണ്ടേന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം മൈൻഡ് വാഷ് ചെയ്താൻ ചോദിക്കുമ്പം ലൂഷ്യൻഹെ ആണ് ഇവരുടെ സ്കൂളിന്റെ സ്പോർട്സ് ടാലന്റും കൂടെ കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞ് ഇപ്പൊ ഇവരെല്ലാം ആ ഫൈനൽ മത്സരം കാണാൻ വേണ്ടി ചെല്ലും. ഇതേസമയം മത്സരത്തിന്റെ ഇടയ്ക്ക് അവന്മാർ യൂഹെ അറിയാതെ തള്ളിവിടുമ്പം അവിടേക്ക് വരുന്ന ഗംഗങ്ങിനെ കണ്ടിട്ട് ഇവനാണ് സന്തോഷത്തി വീണ്ടും എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങും. അങ്ങനെ അപ്പോഴായിരിക്കും ഇവന് വീണ്ടും കാലേനെടുത്ത് അവൻ അവിടെ തന്നെ വീണു വന്ന്. അങ്ങനെ ഇത് കണ്ട് എല്ലാരും കൂടെ അടുത്തേക്ക് വന്ന് ഇവനെല്ലാം പറ്റുമെന്ന് ചോദിക്കുമ്പം ഇവന് വയ്യാത്തോണ്ട് ഗംഗങ് അവനിപ്പോ ഇവിടുത്തെ നഴ്സിന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം അവനും ഇവന്റെ ഒരു ഫുൾ മത്സരം പോലും ഇവൾക്ക് കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് അവന് സങ്കടത്തിലേക്ക് ഇരിക്കുമ്പം ഇവളാണ് മത്സരത്തിന്റെ ഇടയ്ക്ക് ഇവന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും. അങ്ങനെ അത് കണ്ട് അവന് സന്തോഷത്തി ഇതിൽ കാണാൻ ഹാൻസം ആണല്ലോ എന്ന് പറഞ്ഞ് ഇവൾക്ക് ഫോട്ടോ എടുക്കാൻ നല്ല കഴിവാന്ന് അവളുടെ തല തടവി കൊടുക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഷൗമയും ക്ലാസ് ലീഡറും ഇവന് പോക്കെയാണെന്ന് പറഞ്ഞ് ചോദിക്കാൻ വരുമ്പം ഇവരുടെ റൊമാൻസ് കണ്ടിട്ട് ഷൗമയാണ് വഴിമാറിപ്പോയെന്ന് പറഞ്ഞ് അവന്മാരെയൊക്കെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഷൗമയും ഗംഗങ്ങും കൂടെ യൂഹയെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടേക്ക് വന്ന് ലൂഷ്യൻഹയും കുറച്ച് അസൂയപ്പെട്ട് അവന് ഗംഗങ്ങിനോട് ഇവള് ചോദിച്ച കാര്യം അവൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം യൂഹയും ഇവനെ ഷൗമ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞ് ഇവളെ നേരത്തെ തന്നെ വീട്ടിൽ പോയിക്കോളാൻ പറയും. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് ഇവളാണ് പാൻ സാർ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഇവൾക്ക് ഹോംവർക്ക് പോലും മനസ്സിലാക്കാൻ സമയമില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് ഇവള് ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രം ഈ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ അതും പറഞ്ഞ് അവനും കളിയാക്കിയിട്ട് ഇനി ഇവളെ ലൂഷ്യൻഹയുടെ പുറയിലൊന്നും അധികമായിട്ട് കറങ്ങണ്ടെന്ന് പറയും. അതുകൊണ്ട് ഇവളുടെ മാർക്കും കുറയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഈ ഹോംവർക്ക് മാത്രം അവൻ ചെയ്തു തരാൻ വേണ്ടി അവന്റെ ഈ പേപ്പർ എടുക്കും. പക്ഷെ അവനാണ് ദേഷ്യത്തെ അവൾ മൈൻഡ് ചെയ്യത്തില്ല. ഇതേ സമയം ഇവിടെ പാൻ സാറാണ് എല്ലാ സാറുമാരെയും വിളിച്ച് അവർക്ക് അഡ്വൈസ് കൊടുത്തോണ്ടിരിക്കും പിള്ളേരുടെ മാർക്കൊന്നും ശരിയല്ലെന്ന്. അതിലും മെയിൻ ആയിട്ട് ക്ലാസ് ടീച്ചറിന്റെ ക്ലാസ്സിനെ കുറെ വഴക്കുറഞ്ഞിട്ട് ഗംഗങ്ങിന് ഇങ്ങോട്ടൊന്ന് കാണാൻ വരാൻ പറയുമ്പം സാർ ആ ചാൻസ് യൂസ് ചെയ്ത് അവള് വിളിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് പാൻ സാറും അതൊക്കെ പിന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആദ്യം ഇങ്ങനെ വഴക്ക് കേൾക്കാൻ വേണ്ടി പറയും. ഹൈനേഷ് ഇവിടെ ക്ലാസ്സിൽ ബീറ്റാണ്. അവൾ കുറെ പ്രാർത്ഥനയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ദൈവത്തിനോട് പ്രാർത്ഥിച്ച എന്തു സാധിച്ചു തരുമെന്ന് അവൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും കൂടെ അടുത്ത പരീക്ഷയ്ക്ക് നല്ലോണം മാർക്ക് കിട്ടണമെന്ന് അവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് ഒന്ന് സാറാണ് ദേഷ്യത്തി പഠിക്കാൻ സമയമില്ല പക്ഷെ ഇവർക്ക് ടൈം പാസ് ചെയ്യാനൊക്കെ സമയമുണ്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് വഴക്കുറയും. അങ്ങനെ സീറ്റുമാർ ഇരുന്നിട്ടും ഇവരെ കൊണ്ട് നല്ലോണം പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇവർക്ക് മാർക്ക് കുറവാണ്, വീണ്ടും എല്ലാവരും സീറ്റ് മാറ്റി പറയും. അങ്ങനെ ഇത് കേട്ട് എല്ലാവരും കൂടെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം സാറാണ് ഗംഗങ്ങിനെ പാൻ സാറ് ചെന്ന് കാണാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇവള് സാറിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവിടെ സാറ് വേറെ ക്ലാസ് ടീച്ചേഴ്സിനെ ഇവരുടെ ക്ലാസ് ഇനിയും മാർക്ക് കുറഞ്ഞു വാങ്ങിക്കുവാണ് അവർ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് കേട്ട് അവള് സാറിനെ കാണാതെ നൈസിന് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ സാറും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗങ്ങാണ് അവൾക്ക് ഈ പഠിപ്പിച്ച് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് ഒന്നും കൂടെ സാറിനോട് ചോദിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന യൂഹയും ഇത് ഇവൻ ഇപ്പോഴല്ല പറഞ്ഞ് മനസ്സിലാക്കി തന്നേന്ന് ഇവൾ അതിനു മുമ്പ് മറന്നോ ചോദിക്കുമ്പോൾ അവൾ അറിയാത്തോണ്ടല്ലോ ഒന്നും കൂടെ ചോദിച്ചേന്ന് ഇവനോട് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് സാറും ദേഷ്യത്തി വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പിന്നെ എവിടെ നിന്ന് മനസ്സിലാമോന്ന് പറഞ്ഞ് സാർ അവളെ വഴക്കുറയും. അതിനുശേഷം ഇന്റർവ്യൂ സമയത്ത് ഗംഗങ്ങാണ് ലൂഷ്യൻഹയെ കണ്ടിട്ട് എങ്ങനെയൊക്കെ ഫോട്ടോസ് റെഡിയാക്കാൻ വേണ്ടി ഇവനെ സഹായിക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവനും സഹായിക്കാനൊക്കെ അവൻ തയ്യാറാ പക്ഷെ എങ്ങനെ സഹായിക്കണ്ടേന്ന് അവൻ അറിയത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവളും മൊത്തത്തിൽ ഷോക്ക് അടിച്ച് അവിടെ നിന്ന് പോകും. എന്നിട്ട് ക്ലാസ് ലീഡറാണ് ഇപ്പൊ ഇവരോടൊക്കെ ഒന്ന് പറയും ഇന്ന് സാർ അത്രയ്ക്കും ദേഷ്യപ്പാടുള്ള കാര്യം രാവിലെ പാൻ സാർ എല്ലാ ക്ലാസ് ടീച്ചറിനെയും വിളിച്ച് വഴക്കുറഞ്ഞ് അതിലും പ്രധാനം നമ്മുടെ ക്ലാസ് ടീച്ചറിനെ കൂടുതൽ വഴക്കുറഞ്ഞെന്ന് അവനും പറഞ്ഞിട്ട് ഇവരെ ഇനിയെങ്കിലും നല്ലോണം പഠിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇവരെല്ലാം കട്ടക്കിരുന്ന് പഠിക്കാൻ തുടങ്ങുമ്പം ഗംഗ
ഗംഗങ്ങാണ് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാതെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഷൗമയും വേണം ഇവൻ പഠിപ്പിച്ചു തരാന്ന് പറയുമ്പം അടുത്തിരുന്ന് യൂഹയും അവരുടെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളാൻ പറഞ്ഞ് അവൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് പാൻ സാർ വരുന്നുണ്ട്. ഇവൾ പെട്ടെന്ന് പേടിച്ച് കുനിഞ്ഞിരിക്കും. കാരണം സാറ് ഇവളുടെ നിന്ന് ഫോട്ടോസ് വാങ്ങിക്കാൻ വേണ്ടി വരിക. പക്ഷെ ഇവളുടെ കയ്യിലാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ പോലും ഇല്ല. അങ്ങനെ അതിനുശേഷം ഇവൾ സാറിന്റെ ഇത് രക്ഷപ്പെട്ട് പുറത്തേക്ക് ചെല്ലുമ്പം ഷൗമയും ഇവൾക്ക് പഠിക്കാൻ പറ്റാത്തത് ഇവളുടെ ബ്രെയിൻ ഡെവലപ്പായി വരുന്നേ ഉള്ളെന്ന് പറയും. അതുകൊണ്ട് ഇനി കുറച്ച് വർഷം വെയിറ്റ് ചെയ്യാണ് ഇവൾക്ക് ബുദ്ധി വരും എന്ന് പറയുമ്പം അവളും ദേഷ്യത്തി ഇവൾക്ക് ബ്രെയിൻ ഇല്ലെന്നാണ് ഇവൻ പറയുന്നതെന്ന് അവനടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന പാൻ സാറാണ് ഗംഗങ് എന്ന് പറഞ്ഞ് അവളെ വിളിക്കും. അതിനുശേഷം ഇവള് പേടിച്ച് ഇങ്ങനെ അടുത്ത് ചെല്ലുമ്പം സാറാണ് ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ട് ഇവളെന്താ കാണാൻ വരാത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും സാറിന്റെ ഓഫീസർ വന്നപ്പോൾ സാറ് ബിസി ആയതുകൊണ്ട് അവൾ തിരിച്ച് പോയെന്ന് പറയും. എങ്കിൽ പിന്നെ സാറും ആ ഫോട്ടോസ് എന്തെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം അവളും ഫോട്ടോസ് പ്രിന്റ് എടുക്കാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് സാറിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് സാറും എത്ര വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, ആ ഗ്രൂപ്പ് ഫോട്ടോ മാത്രം പ്രധാനമായിട്ട് വേണമെന്ന് പറഞ്ഞ് അത് ആർട്ടിക്കലിനകത്തൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഇവള് മൊത്തത്തിൽ പെട്ടുപോയി വീട്ടിലേക്ക് ചെന്ന് അവൾ ഒറ്റയ്ക്കാന്ന് വിചാരിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മറ്റേ ആന്റിയും വന്നിട്ട് ഇവൾ കഴിക്കാൻ വേണ്ടി ഫുഡ് എടുക്കട്ടെ ചോദിക്കുമ്പോൾ അവളാണ് പേടിച്ചിട്ട് ആന്റി ഇന്ന് വർക്കിന് പോയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവരും ഇന്നൊരു ലീവ് എടുത്തേക്കെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയ ഉടനെ ഇവൾക്ക് മൊത്തത്തിൽ നാണക്കേടാകും. അതിനുശേഷം ഇവൾ അവളുടെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് അവരെ കുറെ മിസ് ചെയ്യാന്ന് പറയുമ്പം ഇവളുടെ അമ്മയാണ് ഇവളുടെ അച്ഛനോ അല്ല അദ്ദേഹത്തിന്റെ പുതിയ ഭാര്യയെല്ലാം ഇവളെ ശല്യപ്പെടുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അവരൊക്കെ നല്ല രീതിക്ക് ബിഹേവ് ചെയ്യുന്ന ഇവള് ചുമ്മാ മിസ് ചെയ്യുന്നുണ്ട് അമ്മയെ വിളിച്ചാന്ന് പറയും. അതുകൊണ്ട് ഇതേക്ക് അമ്മയും എന്തായാലും പഠിച്ചിട്ടൊക്കെ സംസാരിച്ചാൽ മതി എന്നറിഞ്ഞ് ഇവൾ ആദ്യം ചെന്ന് പഠിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അടുത്ത ദിവസം ഗംഗങ്ങും ലൂഷ്യൻ ഹേ തപ്പിപ്പോയിട്ട് അവന്റെ അടുത്ത് ഒരു ബുക്ക് കൊടുത്തിട്ട് പറയും ഇവളെ ഫോട്ടോയൊക്കെ ശരിയാക്കാൻ വേണ്ടി ഒരു ഐഡിയ കണ്ടുപിടിച്ചെന്ന്. അങ്ങനെ പണ്ട് കാലത്തൊക്കെ ഡാർക്ക് റൂമിൽ ചെന്ന് എന്താണ്ടൊക്കെ പരിപാടി ചെയ്യുമ്പോൾ ഇവൾ ഉദ്ദേശിച്ച ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനോട് ആ കാര്യം പറയുമ്പം അവനാണ് ഈ ഡാർക്ക് റൂം എന്ന് പറഞ്ഞ അതിനകത്ത് മാഗ്നിഫയറും വേറെ എന്താണ്ട സാധനമൊക്കെ ആവശ്യമില്ലേ, ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും ഏതിന് അവനും ചോദിക്കുമ്പം അവൾ എങ്ങനെയും ഇത് ഒപ്പിച്ചാല് ആ ജപ്പാൻകാരുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അതെല്ലാം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് മാറ്റാൻ പറ്റുമെന്ന് പറയും. അതുകൊണ്ട് ഓരോരുത്തരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവനൊന്ന് സഹായിക്കണം എന്ന് പറയുമ്പം ഇതേക്ക് അവനാണ് അങ്ങനെ ഓരോരുത്തരും ഫോട്ടോ എടുക്കുന്നതിന് പകരം ഇവൻ എല്ലാ ജപ്പാൻകാരെയും വിളിച്ച് അത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് അവസാനം പാൻ സാറ് മാത്രം അവിടെ ഒട്ടിച്ചാൽ പോലും ചോദിക്കും. അപ്പോഴാണ് അവളുടെ ബ്രെയിൻ വർക്ക് ആവുന്നത്. അതിനേശം ഇവൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം ഇവൾക്ക് മുമ്പ് എല്ലാവരും കൂടെ സ്റ്റഡി ക്ലബ്ബിൽ ചേരാൻ വേണ്ടി പേര് കൊടുത്തേക്കും. അതേസമയം ഗംഗങ്ങിന്റെ പേര് യൂഹെ മുമ്പേ തന്നെ കൊടുത്തേക്കുമ്പം അവൾക്കാണെ വരാൻ സമയമൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ ഫോട്ടോസിനെ കുറിച്ച് ആലോചിച്ച് പറ്റത്തില്ലെന്ന് അറിയും. അപ്പോഴാണ് ഇതേക്കുന്ന യൂഹയും ഇവൾക്ക് പഠിക്കാൻ മാത്രം സമയമില്ല അല്ലാതെ ക്ലാസ് കേട്ട് അതിനൊക്കെ സമയമുണ്ടെന്ന് പറഞ്ഞ് അവന് മര്യാദയ്ക്ക് പഠിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിന് ഷിൻഡോ സമയത്തും യൂഹയാണ് അവളുടെ പറയാൻ വന്നിട്ട് ഇവളല്ലേ ഹോംവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് വിഷമിച്ചിരുന്ന ഇപ്പൊ പഠിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് ഇവളെന്താ ക്ലബ്ബിൽ ചേരാത്തെന്ന് ചോദിക്കും. അങ്ങനെ ആ സമയത്താണ് ലൂഷ്യൻ ഹേ അവിടെ നിന്ന് ആ ഫോട്ടോസ് റെഡിയാക്കാൻ വേണ്ടി ഇവളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇവൻ അവോയ്ഡ് ചെയ്ത് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ മറ്റേ സ്റ്റുഡൻസ് ഒക്കെയാണ് ലൂഷ്യൻ ഹേയോട് ഇവൻ ഗംഗങ്ങിന് സ്നേഹിക്കണം ചോദിക്കും. അപ്പോഴാണ് അവനും പുച്ചത്തി ഈ മണ്ടിയെ ആരെ സ്നേഹിക്കാൻ പോകുന്നതെന്ന് അവനും ജപ്പാനി പറയുമ്പം ഗംഗങ്ങാണ് അടുത്തിരുന്ന് രണ്ടുപേരും കൂടെ എന്തോ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവർ വിളിക്കുമെന്ന് പറഞ്ഞ് ഇവളുടെ ക്യാമറ റെഡിയാക്കാൻ പറയുമ്പം അവിടേക്ക് വരുന്ന അവരുടെ സാറും ഇവൾക്ക് ഫോട്ടോ നഷ്ടമായെങ്കിൽ അത് പാൻ സാറിനോട് പറയാത്തെന്നും ചോദിക്കും. അങ്ങനെ ഇത് കേൾക്കുന്ന ലൂഷ്യൻ ഹേയും ഇങ്ങേര് പറഞ്ഞൊന്നും പറയാതെ അവളോട് അങ്ങേര് ഒന്നും കൂടെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിന് താങ്ക്സ് പറഞ്ഞായിട്ട് ഇവൻ കള്ളം പറയും. അതുകൊണ്ട് അത് വിശ്വസിച്ച അവള് ഇവളാ താങ്ക്സ് പറയേണ്ടതെന്ന് സന്തോഷത്തിരിക്കും. അതിനുശേഷം ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഗംഗങ് തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് സാറാണ് ഇവളെ കണ്ട് ഇവളെന്താ സ്റ്റഡി ക്ലബ്ബിൽ വരാത്തെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ആ ജപ്പാൻ സ്റ്റുഡൻസിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞ് സാറിനോട് പറയുമ്പം സാറൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം യൂഹയും ഇവള് പഠിക്കാനും വരത്തില്ല വല്ലതും ചെയ്യാമെങ്കിലും അറിയാമെന്ന് പറഞ്ഞ് അവൻ ഓരോന്നായിട്ട് ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും. പക്ഷെ അവളാണ് അതൊന്നും വേണ്ടെന്നറിഞ്ഞ് അവൾ പിന്നെ പഠിച്ചോളാന്ന് പറയുമ്പം അവനാണെങ്കിൽ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവളെ പഠിപ്പിക്കാന്ന് പറയും. പക്ഷെ അപ്പോഴും അവൾക്ക് വർക്കുണ്ടെന്ന് പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി എങ്കിൽ പിന്നെ ഇവള് പഠിക്കാതെ ചുമ്മാ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കോന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അങ്ങ് പോകും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഗംഗങ്ങും ലൂഷ്യൻ ഹേയോട് പാൻ സാറിന്റെ ഫോട്ടോ എങ്ങനെയൊക്കെ എടുത്ത് ഈ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്ത് മിക്സ് ചെയ്യണമെന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന അവനാണ് അങ്ങേരെ അറിയാതെ ദൂരെ നിന്ന് എടുക്കാൻ വേണ്ടി പറയും. പക്ഷെ ഇവളുടെ ക്യാമറയിലും ദൂരെ നിന്ന് എടുക്കാൻ ഫോക്കസ് ഇല്ല. അതേസമയം ലൂഷ്യൻ ഹേ എങ്ങനെയാന്ന് പറഞ്ഞ് യൂഹെ അവന്റെ കൂട്ടുകാരനോട് ചോദിക്കുമ്പം ഷൗമയാണ് അവൻ നല്ല വായനയ്ക്ക പക്ഷെ സാറുമാർക്ക് അവൻ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറയും. അപ്പോഴാണ് ഇതായിട്ട് യൂഹയും ദേഷ്യത്തി നല്ല വായനാന്ന് പറഞ്ഞ് അവനും കുറച്ച് അസൂയൊക്കെ പെടും. അതിനുശേഷം അന്ന് രാത്രി ഗംഗങ്ങിന്റെ അമ്മയാണ് അവളെ വിളിച്ചിട്ട് അവൾക്ക് പുതിയ സെൽഫോൺ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഇനി ഇവൾക്കെല്ലാം സംസാരിക്കൊണ്ട് അവളെ ഇത് വിളിച്ചോളാൻ പറയും. എന്നിട്ട് അടുത്ത ദിവസം ക്ലാസ് ടീച്ചറാണ് ഇവരെല്ലാം ഓഫീസ് വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിന്റെ കൂട്ടുകാരനാണ് പുറത്തേക്ക് വിളിച്ചിട്ട് ഇയാൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ ഇവർക്ക് മാത്സും ഭയങ്കര വീക്കാന്ന് പറഞ്ഞ് അയാൾക്കും കുറച്ച് സമയം തരാൻ വേണ്ടി പറയും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗങ് നൈസിന് ക്യാമറ എടുത്തോണ്ട് അവിടെ നിന്ന് മുങ്ങുന്നത്. അങ്ങനെ ഇവള് പാൻ സാറിന്റെ ഫോട്ടോ എടുക്കാൻ പോയി. അതേസമയം ഇവരെല്ലാരും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബീറ്റയാണ് കുറച്ച് എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞ് അവൾ അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് എല്ലാവരും കൂടെ ഇതുവെല്ലാം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളെ പ്രിന്റ് ഔട്ട് എടുക്കണ്ടെന്ന് പറയുമ്പോൾ ബീറ്റയാണ് നമ്മുടെ സാർ എന്തിനാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇത് ഇവർക്ക് സ്റ്റഡി ക്ലബ്ബിൽ പഠിക്കാനുള്ള വല്ല ക്വസ്റ്റ്യൻ ആയിരിക്കുമെന്ന് അവൾ ചുമ്മാ ചെയ്ത് നോക്കാൻ വേണ്ടി അത് പ്രിന്റ് ഔട്ട് എടുത്ത് ക്ലാസ്സിലേക്ക് ചെല്ലും. പക്ഷെ
അവരാരും തന്നെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് കാണുന്ന യൂഹയാണ് ഇതൊക്കെ സിമ്പിളിൽ നിറഞ്ഞ് ഇവർക്കറിയത്തില്ല അവൻ പഠിപ്പിച്ചരാന്ന് അവൻ ബോർഡിനകത്ത് ഇവർക്ക് അത് ചെയ്തു കൊടുത്തോണ്ടിരിക്കും. ഇതേ സമയം ലൂഷ്യൻ ഹെയാണ് ഗംഗങ്ങിനെ വിളിച്ചോണ്ട് ബോയ്സ് ബാത്റൂമിലേക്ക് ചെല്ലുമ്പം അവളാണ് കുൺഫു ഒക്കെ അറിയാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ നോക്കും. അപ്പോഴാണ് അവനും കുൺഫു പിന്നെ എനിക്കൊരു ചിന്തയില്ല, നിന്റെ ഫോട്ടോ ശരിയാക്കാൻ വേണ്ടി ഞാൻ വിളിച്ച എന്നിട്ട് അവനും കാണിച്ചു കൊടുക്കുമ്പം അവള് സന്തോഷത്തി ഇവൻ ഡാർക്ക് റൂമൊക്കെ റെഡി ആക്കിയെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ചേർന്ന് ആ ഗ്രൂപ്പ് ഫോട്ടോക്കകത്ത് പാൻ സാറിനും കൂടെ ഒട്ടിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ സംഭവം ഇവർക്ക് കിട്ടുന്നത് തലതിരിഞ്ഞാണ്. ഇത് കാണുന്ന അവനും കോൺവെക്സ് ലെൻസ് തലതിരിഞ്ഞാണ് വരുന്നത്. സോറി അറിയത്തില്ലായിരുന്നു. ഇനി ഒരു കാര്യം ചെയ്യാം, അയാളുടെ തല മാത്രം വെട്ടിയെടുത്ത് ആ ജപ്പാൻകാരുടെ പുറകെ വെച്ചാലോ എന്നിട്ട് അവന് ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പം ഇവളാണ് കാണുന്നവരെന്തോ മണ്ടന്മാരാണെന്ന് അറിഞ്ഞ് അങ്ങനെയൊക്കെ വെച്ചാൽ മൊത്തത്തിൽ കുളമായി പോകുന്ന പറയും. അതുകൊണ്ട് അവളിന് രക്ഷപ്പെടാൻ ഒരു വഴിയിലെന്ന് അറിഞ്ഞിരിക്കുമ്പം ഇത് കാണുന്ന ലൂഷ്യൻ ഹേയും ഈ പ്രോബ്ലം അവൻ സോൾവ് ചെയ്തോളെന്ന് അറിഞ്ഞ് ഈ ഫിലിം മാത്രം ഇവന്റെ തരാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.